ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ KPCC മുതിർന്ന നേതാക്കളാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക. AICC സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് പട്ടിക കൈമാറും. സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ സർവേ നടത്താനും നീക്കമുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, സാധ്യതാ പട്ടിക തയ്യാറാവുകയാണ്. ഓരോ നേതാക്കൾക്കും അവർക്ക് താല്പര്യമുള്ള നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പേര് ഈ പട്ടികയിൽ കൈമാറും. എന്നാൽ ഒരു സർവേ നടത്തിയായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി നിർണയം എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺകുമാർ, അങ്ങനെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഹൈക്കമാൻഡ് അതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ നിരീക്ഷകരെയൊക്കെ കേരളത്തിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കൃത്യമായിരിക്കണം. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയില്ലെങ്കിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പതിവ് പോലെ തന്നെ മുതിർന്ന നേതാക്കൾ കൂടിയിരുന്നുകൊണ്ട് ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും. അത് ഒരുപക്ഷെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ 5 പേര് വരെ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ആ പട്ടികയുമായി പിന്നീട് സ്ക്രീനിംഗ് കമ്മിറ്റിയെ സമീപിക്കുകയും സ്ക്രീനിംഗ് കമ്മിറ്റി സർവേ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകും. അത് കനകോലുവിൻ്റെ നേതൃത്വത്തിലായിരിക്കില്ല. മറ്റ് ചില സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെ അതിവേഗത്തിൽ സർവേ പൂർത്തിയാക്കി പിന്നീട് സ്ഥാനാർത്ഥി അന്തിമ പട്ടിക തീരുമാനിക്കുകയും അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. KPCCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഔദ്യോഗികമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടാകും. അവരാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക, ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കുക. എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം വിജയസാധ്യത മാത്രമാണ്. ഏറെ വൈകാതെ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. 13-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ മധുസൂദനൻ മിസ്ത്രിയും അംഗങ്ങളും കേരളത്തിലേക്ക് വരും. ഏറെ വൈകാതെ തന്നെ സീറ്റ് വിഭജന ചർച്ച ആ ഘട്ടത്തിൽ, അത് നിയമസഭാ സമ്മേളനം നടക്കുന്ന ആ സമയത്ത് ഏതാണ്ട് ആദ്യ ദിവസങ്ങൾ 21-നോ 22-നോ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ ആ ദിവസങ്ങളിലാണ് നടക്കാൻ സാധ്യത. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഏതായാലും സിറ്റിംഗ് MLA-മാരുടെ പട്ടിക ഒരുപക്ഷെ അവർ എല്ലാവരും, ഏതാണ്ട് എല്ലാവരും, കെ ബാബു ഒഴികെ, പാലക്കാട്ട് രാഹുൽ മാങ്കുളത്തിൽ ഒഴികെ മറ്റെല്ലാവരും മത്സരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പട്ടിക ആദ്യം പ്രഖ്യാപിക്കാനാണ് സാധ്യത. മറ്റു കാര്യങ്ങൾ പിന്നീടായിരിക്കും. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ ഫെബ്രുവരി 6-നാണ് കാസർഗോഡ് നിന്ന് തുടങ്ങുന്നത്. ആ ജാഥ തുടങ്ങുമ്പോൾ ആ ജാഥ ഓരോ മണ്ഡലത്തിൽ എത്തുമ്പോഴും അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആ വേദിയിൽ ഉണ്ടാകണം എന്ന ഒരു തീരുമാനം UDF എടുത്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ മുതിർന്ന നേതാക്കളാണ്. അതിനുശേഷം അവരുടെ പട്ടിക കൈമാറും. സർവേയൊക്കെ നടത്തി ആർക്കാണ് വിജയസാധ്യത എന്ന് കണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിശ്ചയിക്കുക.